അപ്പം നമുക്കെല്ലാവർക്കും അറിയാം യുണൈറ്റഡിൻ്റെ ആ ഒരു ഡാൻ ആഷ്വർത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് അറിഞ്ഞ ഡാൻ ആഷ്വർത്ത് ഓടിപ്പിടിച്ച് ന്യൂകാസലിൻ്റെ സിഇഒയെ കാണുന്നു. പുള്ളിയോട് പറയുന്നു, മച്ചാനെ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേനും അവിടുത്തെ ന്യൂകാസലിലെ സിഇഒ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനൊരു കാര്യം ചെയ്യും, ഒരു 2 വർഷത്തെ ഗാർഡനിങ് ലീവിൽ പോയി വീട്ടിൽ ഇരിക്കുക, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഡാൻ ആഷ്വർത്തിൻ്റെയും യുണൈറ്റഡിൻ്റെയൊക്കെ അവസ്ഥ. ഡാൻ ആഷ്വർത്ത് ഇപ്പം ഗാർഡനിങ് ലീവിലാണ്. ഈ ഒരു ഗാർഡനിങ് ലീവിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡാൻ ആഷ്വർത്തിന് ഈ ഒരു ന്യൂകാസലിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളിലൊന്നും അക്സസ് ഇല്ല. അവരുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സീക്രട്ടായിട്ടുള്ള ഡേറ്റാസിലും അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിലും ഒന്നും ഈ മനുഷ്യനെ ഇനിയും ഇൻവോൾവ് ചെയ്യത്തില്ല. പക്ഷേ മാസം ശമ്പളം കിട്ടും, അതിനൊന്നും യാതൊരു കുറവും വരത്തില്ല. ഒഫീഷ്യലി എംപ്ലോയി ആണ്, പക്ഷേ വേറൊരു ക്ലബ്ബ് അല്ലെങ്കിൽ വേറൊരാൾ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ പുള്ളിയെ അവരുടെ പ്ലാനിങ്ങിൽ നിന്നെല്ലാം ഫുള്ളി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു 2 വർഷത്തെ ഈ ഒരു ഗാർഡനിങ് ലീവ് ഇത് ബ്രേക്ക് ചെയ്ത് യുണൈറ്റഡിനും ഈ ഒരു ഡാൻ ആഷ്വർത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 20 മില്യൺ പൗണ്ട്സാണ് ന്യൂകാസിൽ ഇപ്പം ചോദിക്കുന്നത്. അപ്പം 20 മില്യൺ പൗണ്ട്സൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന് വേണ്ടി ചിലവഴിക്കുക എന്ന് പറയുന്നത് ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഹാർഡ് നെഗോസിയേഷൻ ടാക്ടിക്സ് ആണ് ന്യൂകാസിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈവൻ അവരുടെ ആരാധകരെ ശ്രദ്ധിച്ചു, സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ആരാധകർ ഭയങ്കര കലിപ്പിലാണ്. കാരണം അവരുടെ അടുത്ത് വന്നിട്ട് അവരുടെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, ഭയങ്കരമായിട്ടുള്ള ഹൈലി റേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളിനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ കാര്യം നോക്കിയാൽ അവർ ആസ് എ ക്ലബ്ബ് അവരിതിന് മുന്നേ ഈ ഒരു സൗദിയുടെ ഓണർഷിപ്പ് വരുന്നതിന് മുമ്പ് ഭയങ്കര മോശം സ്ഥിതിയിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഈ ഒരു കാശൊക്കെ കിട്ടിയപ്പോഴത്തേനും പുത്തൻ പണക്കാരനെ പോലെ അവന്മാരും ഭയങ്കര അഹങ്കാരമല്ല, അത് നോർമലി ശരിയാണ്. നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ഒന്ന് ഒരുത്തനെ തട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ അവന്മാർ പറയുന്നത് 60 മില്യൺ പൗണ്ട്സ് യുണൈറ്റഡിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണമെന്ന് പറയുന്നത്. എനിക്കിങ്ങനെ ഒരു ചിരിക്കാനേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ അതൊന്നും സാധ്യമല്ല. 20 മില്യൺ പൗണ്ട്സ് പോലും യുണൈറ്റഡ് മുടക്കത്തില്ല, അത്രയൊന്നും മുടക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മില്യനുള്ളിൽ മേ ബി ഇവർ ഈ ഒരു ന്യൂകാസിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 6 മില്യൺ പൗണ്ട്സ് എന്തോ കൊടുത്തിട്ടാണ് ബ്രൈറ്റനിൽ നിന്ന് ഇങ്ങോട്ട് ഈ മനുഷ്യനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ബ്രൈറ്റനിൽ പോയി കൊണ്ടുവരാം, പക്ഷേ നമുക്ക് അങ്ങോട്ട് നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, സ്വാഭാവികം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറൗണ്ട് ഒരു 8 മില്യൺ പൗണ്ട്സിനൊക്കെ മിക്കവാറും ഈ ഒരു ഡീല് നടന്നേക്കാം. ഇപ്പോൾ ഇവർ ഈ ഒരു പിടിവാശി നിൽക്കുന്നതുകൊണ്ട് തന്നെ യുണൈറ്റഡിൻ്റെ പിടിവാശിയിൽ നിൽക്കുന്നതുകൊണ്ടും യുണൈറ്റഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഉമർ ബറാഡയൊക്കെ അവിടെയും ഗാർഡനിങ് ലീവിലാണെങ്കിലും ഈ ഫ്യൂച്ചർ പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് ദ സീൻ യുണൈറ്റഡിന് വേണ്ടി പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിയുടെയും അതുപോലെ തന്നെ ഡേവ് ബ്രെയിൽസ്ഫോർഡിൻ്റെയും ഒക്കെ ഇൻവോൾവ്മെൻറ്റ് ഈ കാര്യത്തിൽ കാണും, ഈ ഒരു നെഗോസിയേഷൻ എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാൻ ആഷ്വർത്തിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ യുണൈറ്റഡിൻ്റെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്ത് പെട്ടെന്ന് ഡാൻ ആഷ്വർത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്താണെങ്കിലും ഈ ഒരു വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ നോക്കി, എനിക്കൊന്ന് ജൂണിലാണെന്ന് തോന്നുന്നു. ഇതുവരെയായിട്ടും ഡേറ്റ് കറക്റ്റായിട്ട് അനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നില്ല. ജൂണിലായിരിക്കും പ്രോബബ്ലി സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേന് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഡാൻ ആഷ്വർത്ത് ഇവിടെ വരണം. എന്നാലേ നമുക്ക് ആ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഡാൻ ആഷ്വർത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ വിൻഡോ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇനിയോസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡാൻ ആഷ്വർത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ ന്യൂകാസിലിൻ്റെ കാര്യം നോക്കിയാൽ, ന്യൂകാസിൽ അവർ ഓൾറെഡി പറഞ്ഞു, അവരുടെ സിഇഒ ഒക്കെ ഓൾറെഡി ഒഫീഷ്യലി അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓൾറെഡി ബെസ്റ്റ് വിഷസ് ഒക്കെ ഡാൻ ആഷ്വർത്തിന് കൊടുത്തു. അവർ ഭയങ്കര ഹേർട്ടാണ്, അവർ ഇൻറ്റേർണലി ഹേർട്ടാണ്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, ഇങ്ങനത്തെ ഒരാൾക്ക് വേറൊരിടത്ത് വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒഫീഷ്യലി വന്നിട്ട് പുള്ളി അവരെ അപ്രോച്ച് ചെയ്തു, അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ അവരാണെങ്കിലും ഒഫീഷ്യലി അവർ പുതിയ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളിന് വേണ്ടിയുള്ള തെരച്ചിലാണെന്ന് അവരുടെ സിഇഒ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടത്തും. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് യുണൈറ്റഡ് നെഗോഷിയേറ്റ് ചെയ്യും. ഇങ്ങനത്തെ നല്ല ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ടായിരിക്കും നെഗോസിയേഷൻസും കാര്യങ്ങളും ഒക്കെ ചാടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്താണേലും കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്കൊക്കെ അനുസരിച്ച് ഡാൻ ആഷ്വർത്ത് യുണൈറ്റഡിൽ വരും, എത്രയും വേഗം വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ യുണൈറ്റഡിൽ നിന്ന് വരുന്ന വേറൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെറ്റ് പീസ് കോച്ച് എറിക് റാംസിയെ MLS ഏതോ ഒരു സൈഡ്, എനിക്ക് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു സൈഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹെഡ് കോച്ചായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും വേഗം പുള്ളിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം പുള്ളി നമ്മുടെ ഒല ഉണ്ടായിരുന്ന സമയത്താണ് പുള്ളി ഇവിടെ ഈ ഒരു സെറ്റ് പീസ് കോച്ചായിട്ട് എനിക്കൊന്ന് ചെൽസിയുടെ അണ്ടർ 23 എന്തോ കോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ എന്തോ കോച്ച് എന്തോ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ യുണൈറ്റഡിൻ്റെ സെറ്റ് പീസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അത് അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിലും സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിലും സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ഒരേപോലെ യുണൈറ്റഡ് മോശമാണ്. അതിനുള്ള എല്ലാ ക്രെഡിറ്റും നമുക്ക് എറിക് റാംസിക്ക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ എത്രയും വേഗം MLS സൈഡിന് വിറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഈ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.